ബോർഡ് മീറ്റിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ വിജിലൻസ് റിപ്പോർട്ടുമൊക്കെ ചർച്ച ചെയ്യണമല്ലോ. അത് ചർച്ച ചെയ്യും. പിന്നെ അതിൽ റിട്ടയറായ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് FIR-ൽ പേര് വന്നിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അതൊരു വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. കാരണം കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കുവാനോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുതൽ കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കും. അതാണ് പ്രധാനമായും പറയാനുള്ളത്. ഇപ്പം നിലവിൽ സർവീസിലുള്ള 2 പേരൊന്നും മുരാരി ബാബുവാണ്, അത് നേരത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നെ മറ്റൊന്ന് സുനിൽകുമാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു നടപടി ആവശ്യമില്ലേ? സുനിൽകുമാറിൻ്റെ കാര്യം ഇന്നിപ്പോൾ ബോർഡ് ചർച്ച ചെയ്യും. സുനിൽകുമാറിൻ്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചും ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഈ സ്മാർട്ട് ക്രിയേഷനിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. അപ്പോൾ ഈ പരിശോധനയിലൊക്കെ രേഖകൾ കാണാനില്ല, തീ പിടിച്ചു പോയി എന്നൊക്കെയാണ് സ്മാർട്ട് ക്രിയേഷൻ. അങ്ങനെ പത്രത്തിൽ വന്ന വാർത്തയാണ് എനിക്കുള്ളത്. അതൊക്കെ അന്വേഷിക്കട്ടെ. അതൊക്കെ അന്വേഷിക്കാനല്ലേ, അതൊക്കെ വിശദമായി അന്വേഷിക്കാനാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സമിതി വച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാം സത്യം പുറത്തു വരും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുണ്ടാവും, എന്തായാലും ഉണ്ടാവും.